തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചപ്പോൾ എറണാകുളത്ത് UDFന് തിരിച്ചടിയായി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. കടമുക്കുടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന LC ജോർജിന്റെ പത്രികയാണ് തള്ളിയത്. വയനാട്ടിലും കൊല്ലത്തും കോട്ടയത്തും UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. മലപ്പുറം വളാഞ്ചേരിയിലും കൊച്ചി തൃക്കാക്കര നഗരസഭയിലും LDF സ്ഥാനാർത്ഥികളുടെ പത്രികയും തള്ളി. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ UDFിലാണ് കൂടുതൽ തിരിച്ചടി. എറണാകുളത്ത് കടമക്കുടി ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LC ജോർജിന്റെ പത്രിക തള്ളി. 3 സെറ്റ് പത്രികയിലും ഡിവിഷന് പുറത്തുള്ള ആളുകൾ ഒപ്പിട്ടതാണ് തള്ളാൻ കാരണം. ഡമ്മി സ്ഥാനാർത്ഥിയില്ല. ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് LC ജോർജ് 24നോട്. നമുക്ക് നമ്മുടെ നിയോജകം എവിടെയാണോ മത്സരിക്കുന്നത് ആ നിയോജക മണ്ഡലത്തിൽ തന്നെ ആളായിരിക്കണം, വോട്ടറായിരിക്കണം നമ്മുടെ സപ്പോർട്ടർ എന്നുള്ളത്. വൈപ്പിൻ നിയോജക മണ്ഡലത്തിലുള്ള ആൾക്കും ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശ്വസിച്ചുകൊണ്ട് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഒരിക്കലും ഉദ്യോഗസ്ഥർ അങ്ങനെ നമ്മളെ മിസ്ലീഡ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. വയനാട് കൽപ്പറ്റ നഗരസഭയിൽ UDFന്റെ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥി രവീന്ദ്രന്റെ നാമനിർദ്ദേശ പത്രികയും തള്ളി. CS പ്രഭാകരൻ പകരം സ്ഥാനാർത്ഥിയാകും. കൊല്ലത്ത് വിളക്കുടി പഞ്ചായത്ത് 5ാം വാർഡ് സ്ഥാനാർത്ഥി നസറുദ്ദീന്റെ പത്രികയും തള്ളി. കോട്ടയം പാമ്പാടി പഞ്ചായത്തിൽ രമണി മത്തായിയുടെ പത്രികയാണ് തള്ളിയത്. എറണാകുളം ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സെറീന ഷാജിയുടെയും ജോൺസൺ പുനത്തിലിന്റെയും പത്രിക തള്ളിയത് UDFനെ ഞെട്ടിച്ചു. ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. LDFന് കനത്ത തിരിച്ചടിയുണ്ടായത് പാലക്കാട് നഗരസഭയിലാണ്. കർണകി നഗർ വെസ്റ്റ്, വടക്കന്തറ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് തള്ളിയത്. മലപ്പുറം വഴിക്കടവിലും തൃക്കാക്കര നഗരസഭാ ഡിവിഷനിലും മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലും LDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിട്ടുണ്ട്. അതേസമയം ട്രാൻസ്ജെൻഡർ അരുണിമയുടെയും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി ട്രാൻസ് വുമൺ അമയ പ്രസാദിന്റെയും നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. ശ്രീനാരായണപുരത്തും ആലപ്പുഴ നഗരസഭയിലും BJPക്കും തിരിച്ചടിയുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.